ഇൻസ്റ്റാഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പൊടിക്കൈകളാണ്, കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ടിപ്സിലേക്ക് എത്താം. ആദ്യം തന്നെ നമുക്ക് മുട്ടയുടെ കാര്യം നോക്കാം. നമ്മളെല്ലാവരും സാധാരണയായി ഓംലെറ്റ് ഉണ്ടാക്കുന്നവരാണ്. ഇനി ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരല്പം പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ കുറച്ച് ചോളപ്പൊടിയോ ചേർത്ത് ഓംലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നല്ല മയം ഉണ്ടായിരിക്കും. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഓംലെറ്റിന് നല്ല ഷേപ്പും നല്ല ടേസ്റ്റും ആയിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് അതുപോലെ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നല്ല, ഉണ്ടാവാറില്ല. കാരണം തട്ടുകടയിലുള്ളവർ ആ പാനിൽ ഓംലെറ്റ് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ സാധാരണ മീൻ വറുക്കാനും പച്ചക്കറി ഉണ്ടാക്കാനൊക്കെ സെയിം പാൻ തന്നെയാണ് എടുക്കാറ്. അതുകൊണ്ട് തന്നെ തട്ടുകടയിൽ നിന്ന് വാങ്ങുന്ന ഓംലെറ്റും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓംലെറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് വീട്ടിലും അതുപോലെയുള്ള അതേ ടേസ്റ്റിൽ കാണാനും അതുപോലെ തന്നെ ഭംഗിയുള്ളതും വൃത്തിയുള്ളതായിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പാനിൽ കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുക. ഒരു കോട്ടൺ തുണിയിലോ ടവലിലോ വിനാഗിരി എടുത്ത് അത് പാനിൽ മൊത്തമായിട്ടൊന്ന് ആഡ് ചെയ്തതിന് ശേഷം മുട്ട ഉണ്ടാക്കാവുന്നതാണ്, അതായത് ഓംലെറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ തട്ടുകടയിലുള്ളതിന് അതുപോലെ തന്നെ ടേസ്റ്റും അതുപോലെ തന്നെ ഷേപ്പുള്ള നല്ല വൃത്തിയായിട്ടുള്ള ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സ്മൂത്തായിട്ട് മറിച്ചിടാനും നമുക്ക് പറ്റും. പാനിൽ അത് ഒട്ടിപ്പിടിക്കുകയില്ല. പിന്നെ നമ്മൾ മാംസ വിഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഹർബറയായിട്ട് വളരെ ധൃതി പിടിച്ച് കുക്ക് ചെയ്യരുത്. പകരം ചെറുതീയിൽ ഒരുപാട് നേരം വെച്ച് പാചകം ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ എന്ത് മാംസമാണെങ്കിലും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. മാത്രമല്ല അതിൽ കുറച്ചൊരു നന്നായിട്ട് വെളുത്തുള്ളി അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റും കൂടും. അതോടൊപ്പം തന്നെ എന്ത് മാംസമാണോ, അതായത് മട്ടനാണോ ചിക്കനാണോ, അതിന് കുറച്ചൊരു ടേസ്റ്റ് കൂടുകയും ചെയ്യും. സ്മെല്ലും ഉണ്ടായിരിക്കും. പലർക്കും സീ ഫുഡുകൾ അലർജി ആയിരിക്കും. അങ്ങനെ സീ ഫുഡ്സൊക്കെ അലർജി ആയതുകൊണ്ട് തന്നെ പലരും കഴിക്കാറുമില്ല. എന്നാൽ ഇനി സീ ഫുഡ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാരങ്ങ നീരിലോ അല്ലെങ്കിൽ വിനാഗിരിയിലോ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെക്കുക. അതിൽ ഈ സീ ഫുഡ് കുറച്ച് നേരം വെച്ചിട്ട് അതിനുശേഷം പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സീ ഫുഡ് അലർജി ഒരു പരിധി വരെ ഇല്ലാതാക്കാം. ഈ കടുക്, ജീരകം എന്നിവയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് പാൻ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. അതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ കടുകും ജീരകമൊക്കെ പൊട്ടിക്കാൻ പാടുള്ളൂ. കാരണം എണ്ണ മാത്രമേ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കരിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് മൊത്തമായിട്ട് അങ്ങ് പോകും. ഇനി ചൂടായ എണ്ണയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവയൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഇടുമ്പോൾ ഒരുപക്ഷെ അവയെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ കുറച്ച് വെള്ളം ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് എണ്ണയിലിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. മാത്രമല്ല അത് പെട്ടെന്നൊന്നും കരിഞ്ഞു പോവുകയില്ല. പിന്നെ തേങ്ങ നമ്മൾ തിരുമാറുണ്ട്. തേങ്ങ തിരുമുമ്പോൾ പലപ്പോഴും വലുതായിട്ടും ചെറുതായിട്ടും ഒക്കെ ആയിരിക്കും തേങ്ങ ഉണ്ടാവുക. ഇതിന് പകരം തേങ്ങ നല്ല ഒരേ അളവിൽ, അതായത് ചെറുതാക്കി തിരുമണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ 5 മണിക്കൂർ നേരം തേങ്ങ മുറി വെക്കുക. എന്നിട്ട് തിരുമണമെന്നുണ്ടെങ്കിൽ ചെറിയ കനത്തിൽ മാത്രമേ തേങ്ങ തിരുമ്മി വരത്തുള്ളൂ. പച്ചക്കറി പാചകം ചെയ്യുന്ന സമയത്ത് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടതിന് ശേഷം പാകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിയുടെ രൂക്ഷഗന്ധങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നല്ല സ്മെല്ല് മാത്രമേ അപ്പോൾ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. പിന്നെ പറയുന്നത് പാൽ ഒഴിക്കുന്ന സമയത്ത് തൈരോ മോരോ ഒന്നും കിട്ടിയില്ലെങ്കിൽ 4-5 പച്ചമുളകിൻ്റെ ഞെട്ട് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽ ഒഴിയുന്നതാണ്. നമ്മളിൽ പലരും വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവരാറാണ് പതിവ്. ഇങ്ങനെ ആട്ടി കൊണ്ടുവരുന്ന സമയത്ത് ഒരേ സമയം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. അത് നമ്മൾ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒരു കനപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇനി ആ കനപ്പ് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഴമോ അല്ലെങ്കിൽ മുരിങ്ങയിലയോ ഇട്ട് വെളിച്ചെണ്ണ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയുടെ കനപ്പ് മാറി നല്ല സ്മൂത്തായിട്ട് ഇരിക്കുകയും ചെയ്യും. ചീരയില വേവിക്കുന്ന സമയത്ത് ഒരൽപ്പം ഉപ്പിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചീരയിലയുടെ ടേസ്റ്റും കൂടും. അതുപോലെ തന്നെ അതിൻ്റെ നിറം മാറുകയില്ല. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് വെക്കുക. നമ്മൾ പലപ്പോഴും പഞ്ചസാര പാനീയം ഉണ്ടാക്കാറുണ്ട്. കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ പഞ്ചസാര പാനീയം നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. കുറച്ച് സമയം ഈ പഞ്ചസാര പാനീയം ഉണ്ടാക്കി വെക്കുമ്പോഴേക്കും അത് കട്ട പിടിക്കും. ഇനി അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരൽപ്പം നാരങ്ങ നീര് ചേർത്തിട്ട് പഞ്ചസാര പാനീയം ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ അത് കട്ട പിടിക്കാൻ നിൽക്കും. പലരും ഉരുളക്കിഴങ്ങ് ഒരുപാട് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. ഒരേ സമയം തന്നെ എല്ലായിടത്തും ഉപയോഗിക്കാറില്ലല്ലോ. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിന് മുള പൊട്ടിയെന്ന് വരാം. ഇങ്ങനെ മുള പൊട്ടിയെടുക്കുന്ന ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും.
ഇനി അങ്ങനെ മുള പൊട്ടാതിരിക്കാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഒരു ആപ്പിൾ വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന് മുള പൊട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാവുന്ന ടിപ്സ് മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പക്ഷേ ഈ ടിപ്സ് എല്ലാം അറിയുമായിരിക്കും. ഒരു പക്ഷേ അറിയാത്ത പലരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.